ഹലോ ഫ്രണ്ട്സ്, ഇത് എറണാകുളം മാതാമർദ്ദാനന്ദമയുടെ ഹോസ്പിറ്റലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇവിടെ. ഇതിന് തൊട്ട ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് റൂം എടുത്തിരിക്കുന്നത്. വൈഫിൻ്റെ ചേച്ചീനെയും കൊണ്ട് വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് സ്ഥലം. ഇതൊന്നുമല്ല കേട്ടോ, ഒരുപാട് ബിൽഡിങ്ങുകൾ അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് കാണേണ്ട ഹോസ്പിറ്റലാണ്. ആർക്കും വരാതിരിക്കേണ്ട അവസരങ്ങളൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ എന്നാലും നമ്മുടെ അടുത്തുള്ള ഒരുപാട് കാര്യങ്ങളുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. കണ്ടോ, റൂമുകളൊക്കെ ഇവിടെ തന്നെ. ഇതാണ് ഞങ്ങൾ 700 രൂപയുടെ റൂമാണ് എടുത്തത് കേട്ടോ ഫ്രണ്ട്സ്. ഇത് അത്യാഗത വിവാഹം പെട്ടെന്ന് വന്നാൽ കാണിക്കാനുള്ളതാണ്. ഇതിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ചേച്ചി കിടക്കുന്നത് ഇതിലാണ്. ഇതാണ് നിൽക്കുന്നത്, അമ്മൂസ് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ പുള്ളി അവിടെ ഉണ്ട്. അവിടെ അത് ഞങ്ങൾ പോയിട്ട് വേണം ആളെ വിട്ടാക്കാൻ. ഇപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലൊന്ന് പരിചയപ്പെടുത്തില്ലെങ്കിൽ പിന്നെ മോശമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത് കേട്ടോ റെയിൽവേ സ്റ്റേഷന്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സുഖമായിട്ട് ഇങ്ങോട്ട് നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം അത് മാത്രമല്ല, ഇവിടെ ഇൻഷുറൻസ് കാർഡുകളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല നല്ല പ്രൈവറ്റ് ഇൻഷുറൻസ് കാർഡുകളൊക്കെ എടുക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർഡുണ്ടെങ്കിൽ ചികിത്സിച്ചിട്ടൊക്കെ പോകാം. ഒരുപാട് പൈസ. ഞങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അത് പൈസ കൊടുക്കുക വേണം. അപ്പോൾ ഞാൻ ഇതിൽ ഒരു അനുഭവം മനസ്സിലായി. എപ്പോഴും ഇൻഷുറൻസ് കാർഡ് പറഞ്ഞാൽ എടുത്തു വെക്കണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. നമ്മൾ എത്രയും പെട്ടെന്ന് നോക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരെണ്ണം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സമ്പാദിച്ച് മുഴുവൻ കളയാവുന്നതിനെക്കാട്ടും നല്ലത് ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ആ കാർഡ് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടും. കയ്യിലുള്ളതൊന്നും പോകില്ല. നമ്മൾ നിസ്സാരം ഈ 500, 1000, 2000 അടയ്ക്ക് മാസത്തിൽ വരുന്നതിന് നമ്മൾ കണക്ക് കൂട്ടാറില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ചെയ്താൽ ഭാവിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. ഒരു അനുഭവം വന്നപ്പോൾ മനസ്സിലായി. ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ അത് കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട് മാത്രമേ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് വരണ വഴിക്കുള്ളത് മാത്രമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ക്യാൻറ്റീൻ നല്ല ഭക്ഷണം കേട്ടോ. നല്ല വില കുറവാണ്. ഫുഡൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. അതൊക്കെ നല്ല ക്യാൻറ്റീൻ, അമൃതാനന്ദമയുടെ ക്യാൻറ്റീനുകൾ നിറയുന്നുണ്ട്. എല്ലാം കൊണ്ടും കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ്. നല്ല ഡോക്ടർമാരും ഹോസ്പിറ്റലും നമ്മളെ ശാന്തമായിട്ടുള്ള സിറ്റുവേഷനും എല്ലാം അടിപൊളിയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നെങ്കിൽ എവിടെയും കയറ്റണ്ട, പൈസ കളയണ്ട, അങ്ങോട്ട് പോരുക. ഈ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് കൈകാര്യങ്ങൾ ചെയ്യൂ. വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ പറയാൻ കാരണം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ അറിവ് നിങ്ങൾക്ക് പകർത്തി തരുന്നു മാത്രം. റൂം 700 രൂപ തൊട്ടിട്ട് മുകളിലേക്ക് തൊട്ടുണ്ട്. 450 രൂപ ഇവിടെയുണ്ട്. അത് ഹോസ്പിറ്റലിന് പുറത്ത് പോകണം. അവിടെയാണ്, ഹോസ്പിറ്റലിന് പുറത്താണ് 450 രൂപയുടെ റൂം. ഇവിടെ 700 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് ഉള്ളത് കേട്ടോ റൂം. അപ്പോൾ ഇതിൻ്റെ അപ്പുറമൊക്കെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വേറൊരു ബ്ലോക്കിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ട് നിർത്തുന്നു. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാണിക്കുക. ഓക്കെ.